ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുട്ബോൾ ന്യൂസ് ബൈ റിഷാൽ. ഇന്ന് നടന്ന കോപ്പ അമേരിക്ക സെമി ഫൈനൽ പോരാട്ടം അർജന്റീന വേഴ്സസ് കാനഡ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുൻ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്. മത്സരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ ലിയണൽ മെസ്സിയുടെ മികച്ച പ്രകടനമാണ് ഇന്ന് കളിയെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചത്. അദ്ദേഹം തൻ്റെ ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു. അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്യുകയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതിനെ തുടർന്ന് മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടുള്ള പ്രകടനമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. പുച്ഛിച്ചവർക്ക് മുന്നിൽ താനിപ്പോഴും പണ്ടത്തെ രീതിയിൽ തന്നെ കളിക്കുന്നു എന്ന് തെളിയിച്ച ഒരു മത്സരമായിരുന്നു എന്ന്. അതുപോലെ മത്സരത്തിൽ ഫസ്റ്റ് ഗോൾ നേടി അർജന്റീനയ്ക്ക് വേണ്ടി ലീഡ് ഉയർത്തിക്കൊണ്ടായിരുന്നു. അദ്ദേഹവും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ലിയണൽ മെസ്സിക്ക് 2 അവസരങ്ങൾ കിട്ടിയെങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് ഗോൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടിയും സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിൽ 51-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി 2ാമത്തെ ഗോൾ അടിച്ചത് അർജന്റീന ക്യാപ്റ്റനായ ലിയണൽ മെസ്സി ആയിരുന്നു. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളിനാണ് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയത്. 25 മിനിറ്റിന് ശേഷം കാനഡ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയാണെങ്കിൽ കൂടിയും സെക്കൻഡ് ഹാഫിൽ 75 മിനിറ്റിന് ശേഷം കാനഡ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗോൾ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അർജന്റീനയുടെ ഡിഫൻസിൻ്റെ അത്ര ശക്തിയേറിയതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും അവരുടെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറാൻ സാധിക്കില്ല. അങ്ങനെ ഗോൾ സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തന്നെ മുൻ ചാമ്പ്യന്മാർ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷമാണിത്. ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവസാന കോപ്പയാവാനാണ് ചാൻസ്. അദ്ദേഹത്തിന് ഈ കോപ്പ അമേരിക്കയും കൂടി നേടാൻ കഴിഞ്ഞാൽ അർജന്റീന ആരാധകർക്കും ക്യാപ്റ്റനും വളരെ സന്തോഷമായ നിമിഷമായിരിക്കും. തുടർച്ചയായി കോപ്പ അമേരിക്ക വീണ്ടും അർജന്റീന നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈനിങ് ഓഫ് ഫുട്ബോൾ ന്യൂസ് ബൈ റിഷാൽ.